അതിലൊന്നും നമ്മൾ ഇച്ചിരി ട്രെൻഡിങ് ആയ സാധനമായിട്ട് ഉണ്ടാക്കാൻ പോകുന്നത്. ഞാൻ കമ്മെന്ന് പറഞ്ഞിട്ട് വരുന്നുണ്ട്. പിന്നെ നാരങ്ങ ഉണ്ടോ എന്ന് നോക്കാമെന്ന് പറയുമ്പോൾ നാരങ്ങ ഒറ്റെണ്ണം കിട്ടി നമ്മുടെ ബാഗിൽ. ഞാൻ എടുത്തിട്ട് പോകുന്നുണ്ടല്ലോ. പിന്നെ അത് എടുത്തിട്ട് പോന്നിട്ട് പിന്നെ ഞാൻ എടുത്തിട്ട് കാണിച്ച് തന്നിട്ടുണ്ട്. പിന്നെ ഞാൻ കഴുകുന്നില്ല. ഞാൻ കഴുകി കഴിഞ്ഞിട്ട് പിന്നെ കട്ടിംഗ് ബോർഡ് എടുക്കാൻ നിന്നു. അല്ലെങ്കിൽ അവിടെ ഫുൾ ഇരപ്പ്. അപ്പം ഞാൻ കട്ടിംഗ് ബോർഡൊക്കെ എടുത്തു കിട്ടും. പിന്നെ കട്ടിംഗ് ബോർഡ് എടുത്ത് അത് ഞാൻ കഴുകി പല്ലിയെന്തെങ്കിലും നക്കിണ്ടീന്. അപ്പം ഞാനങ്ങനെ എടുത്തു. പിന്നെ കട്ടി എടുത്തിട്ട് വന്നു കേട്ടോ. പിന്നെ ഇത് കട്ട് ചെയ്യാൻ ഇച്ചിരി ഈസിയൊന്നുമല്ല, ഇച്ചിരി ബുദ്ധിമുട്ടാണ്. എന്നാലും ചെയ്യാൻ പറ്റുന്നൊരു ഇതില്ല കേട്ടോ. നമ്മൾ ചെയ്യുന്നത് ഫസ്റ്റ് ഈ ഭാഗം വരെ നമുക്ക് സിമ്പിളായിട്ട് എടുക്കാൻ പറ്റും. നോക്കിക്കോ, ഞാൻ ഇപ്പോൾ കട്ട് ചെയ്യുമ്പോൾ അത് ചെറുതായിട്ട് ഇങ്ങനെ ആകുമ്പോൾ നമ്മുടെ കൈ സൂക്ഷിക്കണം, കൈ മുറിയും. പക്ഷേ എൻ്റെ ഞാൻ സൂക്ഷിച്ചുകൊണ്ട് കൈ മുറിയുന്നില്ല. പിന്നെ ഈസി ആയിട്ട് പോയിട്ടു ഫസ്റ്റത്തെ ഇതിൽ മാത്രമാണ്. അപ്പം അത് ഈസി ആയിട്ട് പോന്നു. ഞാൻ പിന്നെ അത് ഈസി ആയിട്ട് നന്നായിട്ട് പോകുന്നു. അപ്പോൾ ഇച്ചിരി ഈസിയാണ്, ഇച്ചിരി സിമ്പിളാണ്. അതിൻ്റെ ഒരു രീതിയിലാണ് കേട്ടോ ഞാനിങ്ങനെ ഇത് ചിലതൊക്കെ കഷ്ടപ്പാടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അങ്ങനെ ബോറടിപ്പിക്കാണ്ട് വെച്ചിട്ട് പോസ് ചെയ്തിട്ട് എല്ലാവരും നല്ലപോലെ കട്ട് ചെയ്തു. പിന്നെ ഇതിന് മുളക് പൊടി അത് തുറക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ ആരോടോ തുറന്നു തരാൻ പറഞ്ഞിട്ട് ഞാൻ ഇട്ടു കേട്ടോ. അപ്പം ഞാൻ അടിപൊളിയായിട്ട് മുളക് പൊടി ഇട്ടു. അപ്പോൾ പിന്നെ നമുക്ക് വേണ്ടത് ഉപ്പാണ്. ഉപ്പ് ഞാൻ എടുത്തിട്ട് വരാത്തത് ഉപ്പുണ്ട്. ഉപ്പ് കുറച്ചിടാം. ഞാൻ കുറച്ച് ഇട്ടിട്ടുണ്ട്. പിന്നെ അടിപൊളി സാധനം ഇട്ടത് അതിൻ്റെ കഥ ഞാൻ പറയുന്നത്. പിന്നെ ഞാൻ ഇച്ചിരി വേണമെങ്കിൽ ഷുഗർ ഇടാം, കാരണം നാരങ്ങ നല്ല പുളിയില്ല. നമുക്ക് ബാലൻസ് ഒന്ന് ഇതാക്കാൻ വേണ്ടിയിട്ട് ഇച്ചിരി മധുരം ഇടാം കേട്ടോ. കുറച്ചിടാൻ പാടുള്ളൂ, വല്ലാതെ മധുരമായി കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാവില്ല. പിന്നെ അതൊക്കെ ഒന്ന് വെട്ടിക്കഴിഞ്ഞ് ഒരു സ്പൂൺ എടുക്കാം. അത് കഴുകിയിട്ട് നമ്മൾ ഇച്ചിരി വെള്ളം, ഒരു 1 ഡ്രോപ്പ്, ഞാൻ 2 ഡ്രോപ്പ് എടുത്തിട്ട് കേട്ടോ. ഞാൻ ഫസ്റ്റ് ഡ്രോപ്പ് ഒഴിച്ചപ്പോൾ നല്ലൊരു ഇങ്ങനെ കട്ടിയിൽ കിടക്കുന്നുണ്ടായിരുന്നു. ഈ വീഡിയോയിൽ കാണുന്നുണ്ടാവും. വെള്ളം കുറവായതിൻ്റെ ഇച്ചിരി കട്ടിയിലൊക്കെ ഇടുന്നായിരുന്നു. ഞാൻ നന്നായിട്ട് ഇളക്കിയിട്ട് നോക്കി എന്താ ലൂസാവുണ്ടോന്ന്. അത് ലൂസാവുന്നില്ല. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഇച്ചിരി വെള്ളം ഒഴിച്ചു. അപ്പോൾ ഈ ഒരു തിക്കിലാവണം. പിന്നെ നമ്മൾ നാരങ്ങ അതിലായിട്ട് ഇടാം. ഇങ്ങനെ ഇളക്ക തന്നെ എത്ര ഉള്ളൂ, സിമ്പിൾ പരിപാടിയാണ്. അത് കഴിഞ്ഞപ്പോൾ അടിപൊളിയാണ്. പിന്നെ സ്റ്റിക്ക് ഉണ്ടെങ്കിൽ ഞാൻ കയ്യിൽ കുത്തി നോക്കാം. അപ്പോൾ സാധനം റെഡി ആയിട്ട് ഞാൻ എൻ്റെ ഇക്കാക്കാട്ടോ കൊടുത്തത്. അപ്പോൾ അവൾക്ക് കുറച്ച് ഇഷ്ടപ്പെട്ടു. പിന്നെ അവിടെ പള്ളിയിലേക്ക് നമ്മൾ കിടന്നു നമ്മൾ ചെയ്ത സാധനങ്ങളൊക്കെ കളിയുണ്ട്. അപ്പോൾ നമ്മുടെ നാരങ്ങൻ്റെ തൊലിയൊക്കെ ഞാൻ അതിലേക്കിട്ടുണ്ട് കേട്ടോ. എല്ലാവരും നമ്മൾ ക്ലീൻ ചെയ്യണമല്ലോ, തിന്നുമ്പോൾ മാത്രമല്ല ക്ലീൻ ചെയ്യണം. മന നല്ല അട്ടേക്കും. അപ്പം ഞാനതൊക്കെ കഴുകി. പിന്നെ അത് കട്ടിങ് കഴുകിട്ടോ. അതിൽ ഉറുമ്പൊക്കെ വന്നിട്ട് അതിലേക്ക് ഇതാവും. അപ്പം ഞാൻ കത്തിയൊക്കെ കഴുകി അവിടെ കൊണ്ടുവച്ചു.